വളർത്തു നായ ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ട് ശരിക്കും അയാൾ പേടിച്ചുപോയി. അയാൾ പെട്ടെന്ന് ഓടിയത് അയാളുടെ കുഞ്ഞിന്റെ റൂമിലേക്ക്. കാരണം ഈ കുഞ്ഞിനെ ഇവിടെ ഇട്ടതിന് ശേഷം പുള്ളിക്കാരൻ പുറത്ത് വേട്ടയാടാൻ പോയതാണ്. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരൻ കണ്ട കാഴ്ചയാണ് ഈ പട്ടി ചോരയെ ഒലിപ്പിച്ച് നിൽക്കുന്ന കാഴ്ച. അവിടെ ചെന്ന് പോയപ്പോൾ അതിനേക്കാളും ഞെട്ടിക്കുന്ന കാഴ്ച. കാരണം ആ കുഞ്ഞിനെ കാണുന്നില്ല. മാത്രമല്ല ആ കുഞ്ഞിനെ കിടത്തിരുന്ന തൊട്ടില് മറിഞ്ഞു കിടക്കുന്നു. ആ തൊട്ടിലാണെങ്കിൽ ചോര എങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന കാഴ്ച. പുള്ളിക്കാരൻ ഇത് കണ്ട് തല കറങ്ങി ഭ്രാന്ത് പിടിച്ച് സങ്കടവും ദേഷ്യവും ഇല്ലാതെ വന്നിട്ട് റേജ് ആയിട്ട് പുള്ളിക്കാരൻ തിരിഞ്ഞു വന്നിട്ട് ആ വാളൂരിയിട്ട് താൻ സ്നേഹിച്ച് വളർത്തിയ വളർത്തുനായെ വെട്ടിക്കീറി 2 കഷ്ണമാക്കി കൊല്ലുക. പക്ഷേ അവസാന ശ്വാസം എടുക്കുന്നതിന് മുമ്പായിട്ട് പുള്ളിക്കാരന്റെ പിറകിൽ നിന്നും ആ റൂമിൽ നിന്നും ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുക. പുള്ളിക്കാരൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഈ ചരിഞ്ഞു കിടക്കുന്ന തൊട്ടിലിന് പിറകിലായിട്ട് ആ കുഞ്ഞ് ജീവനോടെ ഇരിപ്പുണ്ട്. പക്ഷെ അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കുറുക്കൻ ചത്ത് കിടക്കുക, കടിച്ചു കീറി കൊന്ന അവസ്ഥയിൽ കിടക്കുക. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അദ്ദേഹം വളർത്തിയ ആ വളർത്തു നായ നന്ദിയുള്ള, ഒരു തവണ ആഹാരം നായ്ക്കൾക്ക് കൊടുത്താൽ ജീവിതകാലം മുഴുവൻ വരെ നന്ദിയുള്ളവരായിരിക്കും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തന്റെ ജീവൻ പോലും പണയം വെച്ച് ആ കുഞ്ഞിനെ രക്ഷിക്കുവാനായിട്ട് ആ കുറുക്കനെ ഈ പട്ടി കടിച്ചു കീറി കൊന്നിട്ടിരിക്കുന്ന കാഴ്ചയാണ്. അദ്ദേഹത്തിന് ഒരുപാട് സങ്കടം വന്നു. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പട്ടി ഇഹലോകവാസം വെടിഞ്ഞു, നിഷ്ക്രൂരമായിട്ട് അതിനെ കൊന്നു കളഞ്ഞു. ഈ അവസരത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയട്ടെ. ദേഷ്യം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ പ്രവർത്തിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു വലിയ അബദ്ധമായി പോയി എന്ന്. ഇപ്പം ഏതൊരു സാഹചര്യമാണെങ്കിലും, ഇപ്പം ഇയാളുടെ സാഹചര്യം കണ്ടില്ലേ, ഒന്നും അറിഞ്ഞില്ല, ജസ്റ്റ് ആ കണ്ട കാഴ്ചകൾ വെച്ച് പുള്ളിക്കാർ അസംഷനോടെ അത് ഉറപ്പിച്ച് ആ നായയെ വെട്ടിക്കീറി കൊന്നപ്പോൾ നഷ്ടമായത് അയാൾക്ക് തന്നെയാണ്. പിന്നെ ആ നായയുടെ ജീവൻ നഷ്ടമായി. സോ അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യമാണെങ്കിലും എല്ലാം തീർന്നു പോയി, എല്ലാം നശിച്ചു പോയി, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി നമുക്ക് കാണുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ലായിരിക്കും, നമ്മുടെ മനസ്സിന്റെ പ്രശ്നമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങളും പെട്ടെന്ന് എടുത്തടിച്ച് തീരുമാനം എടുക്കാൻ ആരും നിൽക്കരുത്. നോക്കുക, എല്ലാം ഒന്ന് പഠിക്കുക, എന്നിട്ട് വളരെ പതുക്കെ ചിന്തിച്ചാലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ വലിയ വലിയ അബദ്ധങ്ങൾ, അപകടങ്ങൾ നമുക്ക് സംഭവിച്ചേക്കാം.